السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. توفني مسلما وألحقني بالصالحين. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയായി ഉദ്ധരിച്ച ഒരു വചനമാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന, നമ്മൾക്കൊക്കെ മനപ്പാടമുള്ളൊരായത്ത് കൂടിയാണ്. തവഫനി മുസ്ലിമൻ. നമ്മുടെ ഏറെ കാലത്തെ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗവുമാണത്. പടച്ചവനെ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കുകയും ചെയ്യണമേ. ഇതാണ് ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഒരു വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, വിശ്വാസിയായി ജീവിച്ച് വിശ്വാസിയായി മരിക്കുക. അപ്പം വിശ്വാസിയായി മരിക്കണമെങ്കിൽ എന്തു വേണം? ആദ്യം വിശ്വാസിയായി ജീവിക്കണം. കാരണം മരണം എവിടെ വെച്ച്, എപ്പോഴാണ്, എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ വെച്ച് എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും മുസ്ലിമായി മരിക്കണമെങ്കിൽ മുസ്ലിമായി ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, മുസ്ലിമായി ജീവിക്കാൻ എന്താ വേണ്ടത്? അതിനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ 5 കാര്യങ്ങൾ. ഷഹാദത്ത് കലിമയിൽ തുടങ്ങി നമസ്കാരവും അതുപോലെ തന്നെ സക്കാത്തും നോമ്പും ഹജ്ജുമൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായി അർക്കാനുൽ ഇസ്ലാമി ഹംസത്തുൻ. ഇസ്ലാമിൻ്റെ പില്ലറുകൾ, തൂണുകൾ 5 എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ വിശ്വാസം ദൃഢീകരിച്ച് നമസ്കാരം മുറുകെ പിടിച്ച് സക്കാത്ത് കൊടുത്ത് നോമ്പ് നിർവഹിച്ച് സാധ്യമാകുന്നവർ ഹജ്ജും ചെയ്താൽ അത് പൂർണ്ണമായി. പക്ഷേ അതിൽ നമ്മളെ നാട്ടിൽ പൊതുവിൽ ഇസ്ലാം കാര്യങ്ങൾ 4 ചർച്ച ചെയ്യാറുള്ളൂ. 3ാമത്തെ ഇസ്ലാം കാര്യങ്ങൾ പൊതുവെ സൈലൻ്റായി പോവലാണ്. എന്ന് പറഞ്ഞാൽ സക്കാത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയോ അതുമായുള്ള വർത്തമാനങ്ങളോ വീടിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാവാറുള്ളത് തന്നെ റമളാൻ മാസത്തിൽ മാത്രമാണ്. 5 വെള്ളിയാഴ്ചയുള്ള റമളാൻ മാസമാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ സക്കാത്തിനെ കുറിച്ചൊരു ഖുതുബ പറയും. അതോടെ സക്കാത്തിൻ്റെ ചർച്ച അവസാനിച്ചു. നമസ്കാരത്തിൻ്റെ കാര്യങ്ങളും നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതിവിശാല അർത്ഥത്തിൽ സംശയങ്ങളെ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഇബാദത്തുകൾ സൂക്ഷ്മമായി അള്ളാഹു സ്വീകരിക്കണേ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംശയങ്ങളൊക്കെ. നല്ലതുമാണ്. പക്ഷേ സക്കാത്ത് എന്നത് ഇത്ര പോലെ നമസ്കാരം പോലെ നോമ്പ് പോലെ ഫർളായൊരു സംഗതിയാണ് എന്ന് നമ്മുടെ മനസ്സിൽ അത് അംഗീകാരം വന്നിട്ടില്ല. ഞാനത് പറയുന്നത് എന്തായാലും ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവും. ഇപ്പം നമ്മളെ മകൾക്കൊരു കല്യാണാലോചന വന്നു. നമ്മളെന്താ അന്വേഷിക്കുക? അന്വേഷിക്കുവാൻ നിസ്കാരം നോമ്പുണ്ടോന്നാ. അത് നമ്മളെ അവനെ സ്വകാര്യമായിട്ട് ആ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കും, പള്ളിക്കമ്മിറ്റിയിൽ അന്വേഷിക്കും, ഒക്കെ അന്വേഷിക്കും.
പിന്നെ അന്വേഷിക്കുവാൻ വാട്ടീസിൻ്റെ അസുഖം ഉണ്ടോയെന്നാ പിന്നെ അന്വേഷിക്കുക. നിസ്കാരം നോമ്പൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അങ്ങനത്തെ അസുഖം വല്ലതുണ്ടോ എന്ന് അന്വേഷിക്കും. നിങ്ങളിപ്പോൾ ഈ പള്ളിയിലിരിക്കുന്ന ഈ ആളുകളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു വിവാഹാന്വേഷണമായിട്ട് വന്നിട്ട് ഓൻ സക്കാത്ത് കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വിവാഹാന്വേഷണം ഒരുപാട് ഫോണിൽ കൂടെ മെസ്സേജായിട്ടും പലതും വരും. എന്നാൽ ചിലപ്പോൾ ഓന് ചിലപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവനായിരിക്കും, പഠിച്ചു കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാൽ അവൻ്റെ വാപ്പ സക്കാത്ത് കൊടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം സക്കാത്ത് എത്രയാ കൊടുത്തത്? അത് എന്തിനാപ്പം നമ്മളാക്കെ ചോദിക്കണേ? അത് ഓനും റബ്ബായിട്ടുള്ള സംഗതിയല്ലേ. പിന്നെ ഈ നിസ്കാരം ആരുമായിട്ടുള്ള സംഗതിയാ? നോമ്പ് ആരുമായിട്ടുള്ള സംഗതിയാ? കാരണം എന്താ പറയുക, സക്കാത്തൊന്നും നമ്മൾ അങ്ങനെ അജണ്ടയിലേ വരൂല. കാരണം സക്കാത്ത് കൊടുക്കലുണ്ടോ? അപ്പം നമ്മൾ ചിലപ്പോൾ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അവൻ്റെ മകളെ വിവാഹം അന്വേഷിച്ചപ്പോൾ വിവാഹം ഇങ്ങനെ ഒരുങ്ങിയപ്പോൾ ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മകളെ ഞാൻ കല്യാണം ചെയ്യും. അപ്പോൾ ഈ പെൺകുട്ടിയും അവരും ആദ്യം കണ്ട് പരിചയത്തിനുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ എനിക്ക് കെട്ടിച്ചേരണം എന്നാണ്. ഈ വാപ്പയായ സുഹൃത്ത് ചോദിച്ച ചോദ്യം, എനിക്ക് നിസ്കാരം ഉണ്ടോയെന്ന് ചോദിച്ചാലോ? ഞാൻ നിസ്കരിക്കലുണ്ടല്ലോ, എന്നാൽ എനിക്ക് കെട്ടിച്ചേരും എന്നാണ്. നിങ്ങൾ ചോദിക്കൂ, ആകെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം നിസ്കാരം 5 വക്തുണ്ട്, ബാക്കിയൊക്കെ ഉണ്ടാവും എന്ന് നമ്മളൊരു ധാരണ ഉണ്ടാവാം. ഏത് 5 വക്ത് നിസ്കരിക്കുകയാണ്, പിന്നെ പോൻ്റെ അടുത്ത് ബാക്കിയൊക്കെ ഇല്ലാതെക്കുവോ? പിന്നെ അത് ചോദിക്കേണ്ടതില്ലല്ലോ എന്നതുകൊണ്ടും ആവാം. പക്ഷേ ഒരു സംഗതി ഇസ്ലാമിൽ നമസ്കാരത്തെക്കുറിച്ച് ചേർത്തി പറഞ്ഞ സക്കാത്താണ്. 27 സ്ഥലങ്ങളിലും ചേർത്തി പറഞ്ഞ സക്കാത്തുമായിട്ടാണ്. അതൊരു ചർച്ച തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് തറാവി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ചോദിക്കുമല്ലോ, അല്ല കാക്ക ഏത് പള്ളിക്ക് പോയിനേ? ഞാനവിടെ ആ പള്ളിയിൽ നല്ല AC ആണ്, നല്ല ഓത്തുമാണ്, ഞാൻ അങ്ങോട്ട് പോയി. മാത്രമല്ല കാറ് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, ഞാൻ അങ്ങോട്ടാണ്. മറ്റവൻ പറയും അവിടുത്തെ ഓത്ത് അത്ര പോരാ. കാരണം ആ നിസ്കാരത്തെക്കുറിച്ച് ചർച്ച വരെ നടക്കും. എന്നങ്ങൾ ചോദിക്കും, ഇക്കാക്കാൻ്റെ പൈസ സക്കാത്ത് കണക്കൂട്ടി എത്ര കൊടുക്കാണ്ട്? ഇക്കാക്കാൻ്റെ വരുമാനക്കൊല്ലം എത്ര കണക്കൂട്ടിയിട്ട് എത്ര നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാണ്ട് എന്ന് ചോദിക്കുന്ന വീടുകളുടെ മക്കളും വാപ്പയും തമ്മിലുള്ള ചർച്ചയിൽ എത്ര വീടുകൾ നടക്കുന്നുണ്ടാവും? ഞാൻ ഇല്ല എന്നതോ സ്ഥാപിക്കാനല്ല, പക്ഷേ നമ്മളെ വീടുകൾ നടക്കുന്നുണ്ടോ? അപ്പം മകൻ ചിലപ്പോൾ UK വർക്ക് ചെയ്യുന്നത്, ഒരു മകൻ ഗൾഫിലായിരിക്കും, മകളെ ഭർത്താവ് വേറെ ഏതോ രാജ്യത്തായിരിക്കും. എന്നാൽ അവരൊക്കെ നമ്മൾ വിളിക്കും, അല്ല മോനെ എൻ്റെ സക്കാത്ത് കൊടുത്തോ, ഇക്കൊല്ലം എത്ര രൂപ സക്കാത്ത് കൊടുക്കാണ്ട്? നമ്മൾ ചോദിക്കുക അത്താഴം കഴിച്ചോ, എന്തൊക്കെയാണ് അവിടെ അത്താഴത്തിന് ഉണ്ടാവുക, അതൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. സക്കാത്ത് കൊടുത്തുവോ? അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊരു സുന്നത്തായ സംഗതി അല്ലല്ലോ. നമസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ അള്ളാഹ് ഫറലാക്കിയൊരു ഫറലാണല്ലോ സക്കാത്ത്. എന്നിട്ട് ആ സക്കാത്തിന് എന്തേ ഇത്ര ഒരു പരിഗണന ഇല്ലാതായി പോയത്? ഇനിയിപ്പോൾ സക്കാത്തിനെ കുറിച്ചൊരു ക്ലാസ് എടുത്താൽ തന്നെ ആളുകൾ ചിന്തിക്കാൻ കാര്യങ്ങൾ, അത് നമ്മളെപ്പോലത്തോൽക്കൊന്നല്ല, വലിയ പൈസക്കാർ കൊടുക്കേണ്ടിയാണ്. ഓല് കൊടുത്താൽ ഇവിടുത്തെ പ്രശ്നമൊക്കെ തീരും. ഓല് ശരിക്കും മര്യാദയ്ക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. നമ്മളിപ്പോൾ കച്ചവടം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമ്മളൊന്നും കൊടുക്കാനായിട്ടില്ല എന്നൊരു തോന്നൽ കൂടി ആളുകൾക്ക് വരിക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു സംഗതി, നമ്മളുടെ വരുമാനം ഇപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ള ആളുകളാണെങ്കിൽ ഗവൺമെൻറ്റിനറിയാം സ്പാർക്ക് വഴി അവൻ എത്രയാണ് ശമ്പളം കൈപ്പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ, പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് ഏർപ്പാടും ഇപ്പം നടക്കുള്ളൂ. ഒരു വാഹനം എടുക്കണമെങ്കിലും ഒരു ഭൂമി എടുക്കണമെങ്കിലും അതിനൊക്കെ ഇത് രണ്ടും വേണം. അപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ അറിയാം ഏറെക്കുറെ നമ്മുടെ വരുമാനം എത്രയുണ്ട്.
പിന്നെ നമ്മൾ ടാക്സ് വെട്ടിച്ചും അങ്ങനെയാക്കിയും ബില്ല് എഴുതാതെയും കാർബൺ വെക്കാതെയും ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടെങ്കിൽ റെഡി കാശാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ കുറച്ചൊക്കെ സംഗതി നടക്കുള്ളൂ. ബാക്കിയൊക്കെ രേഖപ്രകാരം ടാക്സ് ഗവൺമെൻറ് ഈടാക്കും. പിന്നെ റബ്ബിന് അറിയില്ലേ നമ്മളെ വരുമാനം എത്ര ഉണ്ട് എന്നുള്ളത്? നിങ്ങൾ ചോദിച്ചു, എനിക്ക് എത്രയാണ് ഒരു വർഷത്തിൽ വരുമാനമുള്ളത് എന്ന് ആരുടെ മുമ്പിലാണ് നമ്മൾ മറച്ചു വെക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എൻ്റെ തൊഴിൽ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കച്ചവടം കൊണ്ട്, എൻ്റെ ഉപജീവന മാർഗം കൊണ്ട് എനിക്കൊരു 5 ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുള്ള ഒരാളാണ് വിചാരിക്കുമോ നിങ്ങൾ. ഈ 10 ലക്ഷം രൂപ കിട്ടിയാൽ 25,000 രൂപയാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത്. ബാക്കി 9,70,000 രൂപ എൻ്റെ വീട് പണിക്കും, എനിക്ക് കാറ് വാങ്ങാനും ഐഫോൺ വാങ്ങാനും മകളെ കല്യാണം കളറാക്കാനും ഒക്കെ ഹലാലായ മാർഗത്തിൽ ഈ 9,75 എനിക്ക് ഉപയോഗിക്കാം. കൊടുക്കേണ്ട എത്രയേ ഉള്ളൂ? 25,000 രൂപ. ഈ 25,000 കൊടുക്കാതിരുന്നു കഴിഞ്ഞാലോ ഇത് നമ്മുടെ സമ്പത്തിൻ്റെ വേസ്റ്റാണ്. ആ വേസ്റ്റ് ഇതിൽ കലങ്ങിയാൽ ഇത് മാത്രമല്ല, മുഴുവൻ മലിനമായി തീരും. അതുകൊണ്ട് വല്യാപ്പാക്ക് ഗുളിക വാങ്ങിക്കൊടുത്താൽ ആ വല്യാപ്പാൻ്റെ ശ്വാസം മുട്ട് നിൽക്കൂല. കുട്ടികളെ നമ്മളെ എന്ത് വളർത്തി ഏത് വിദ്യാഭ്യാസം കൊടുത്താലും കുട്ടികൾ തല തിരിഞ്ഞു വരും. കാരണം കൊടുക്കുന്ന ഭക്ഷണം ഹലാലല്ല. കാരണം എന്താ? അതിൽ ഹറാമ് ലയിച്ചിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ നമ്മൾ വിയർപ്പൊഴുക്കി ടെൻഷൻ അടിച്ച് ആകെ മാനസിക ഡിപ്രഷനായി രാത്രി ഉറക്കില്ലാതെ പണിയെടുത്തുണ്ടാക്കിയ കാശാണ്. പക്ഷെ അള്ളാഹ് ഏൽപ്പിച്ച ആ സംഖ്യ അതിൽ നിന്നാണ് കൊടുത്തിട്ടില്ല എങ്കിൽ ആ സംഭവങ്ങൾ ചോദിക്കും. നമ്മളൊരു കിൻഡൽ ബിരിയാണി വെച്ചിട്ടേ ഒരു 100 ഫിരിഡാനായിക്കാണ് ചിന്തിക്കഴിഞ്ഞാൽ ബിരിയാണി കൊണ്ടേ തട്ടേണ്ടി വരൂലേ? ഒരു കിൻഡൽക്ക് 100 ഗ്രാമേ വിഷം ചിന്തിയിട്ടുള്ള ആരെങ്കിലും തിന്നുവോ? അത് പിന്നെ ഇല്ലല്ലോ. അതുപോലെയാണ് ആ സക്കാത്തിൻ്റെ വിഹിതം അതിനാണ് ഒഴിവാക്കിയാൽ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുക. അത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ ഹലാലായ ഭക്ഷണം കഴിക്കുക. അതുണ്ടാകുമ്പോഴാണ് അള്ളാഹ് പറഞ്ഞല്ലോ നബിമാരെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക, കുലൂ മിനത് ത്വയ്യിബാത്ത്, നല്ലത് തിന്നണം. അപ്പോഴാണ് വഅമലു സാലിഹൻ, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. കഴിക്കുന്നത് മോശമാണ്. ഇപ്പം നമുക്ക് നിങ്ങൾ കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ചകൾ എന്താ? നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കണ്ട, നാട്ടിലെ ഒച്ചിമ്പാട് മാത്രം ലഹരിക്ക് അടിമപ്പെട്ട. ഇന്നത്തെ പത്രത്തിൽ, മലയാളത്തിലൊരു പത്രത്തിലുണ്ട്, നമ്മളെ തൊട്ടടുത്ത പ്രദേശത്ത് 50 കിലോ കഞ്ചാവ് 3 മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരിൽ നിന്ന് പിടിച്ചത്. നമ്മളെ തൊട്ട പ്രദേശത്ത് നിന്ന് 3 മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് 50 കിലോ കഞ്ചാവ് പിടിച്ച ലഹരിയുടെ വിളയാട്ടമാണ് ഇപ്പൊ നടക്കുന്ന ചർച്ചകളൊക്കെ. പിന്നെ രണ്ടാമത്തത്, നമ്മുടെ മക്കൾ തന്നെ ലിബറലിസത്തേക്ക് പോവാൻ. നിങ്ങൾ ഒരു പഠനം ഔദ്യോഗികമായി ശരിയാണോ അല്ലേന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചൊരു പഠനത്തിൽ 4 ലക്ഷത്തോളം മുസ്ലിം യുവാക്കൾ ലിബറലിസത്തിലേക്ക് പോയി എന്നാണ്. കാരണം എന്താ? അവിടെ നമ്മൾ ചിന്തിക്കണ്ടേ, ഈ മക്കളെ വളർത്തുന്നതിൽ നമ്മൾ കൊടുക്കുന്ന അവരുടെ ജീവിത സൗകര്യങ്ങൾ ഹലാലായത് തന്നെയാണ് എന്ന് വാപ്പാക്ക് ഉറപ്പ് പറയാൻ കഴിയും. വാപ്പാക്ക് പറയാം, ഞാൻ രാവും പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ കാശാൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന്. പക്ഷെ അതിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ വിഹിതം കൊടുത്തിട്ടില്ല എങ്കിൽ ആ സമ്പത്ത് മലിനമാകും എന്നതുകൂടി ഇയാൾക്ക് അറിയണ്ടേ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കോഴിക്കോട്ടേക്ക് പോരുമ്പോൾ എൻ്റെ നാട്ടിലത്തെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഏതായാലും കോഴിക്കോട് പോകില്ലേ, ഈ പൈസ ഒന്ന് ഇന്ന കടയ്ക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊടുക്കാം. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അവിടുന്ന് ഇത് ഇന്ന സ്ഥലത്തും കൂടി ഒന്ന് കൊടുക്കുമോ? ഏതായാലും ഞാൻ അതിനായിട്ട് ഈ നോമ്പ് നോറ്റ് ഇത്രയും കിലോമീറ്റർ വരിക. അയാൾക്കൊരു സൗകര്യം, ഈ കാശ് നാട് കൊടുത്ത കാശിൻ്റെ അടുത്ത് വന്നു. രാത്രി അയാൾ വിളിച്ചു ചോദിച്ചു, അല്ല ഞാൻ കാശ് കൊടുത്തു വിട്ടിന് കിട്ടിയോ? കിട്ടിയില്ലല്ലോ, കാശ് എത്തിയിട്ടില്ലല്ലോ. അല്ല ഇന്ന ആളെടുത്താ കൊടുത്തിന്, പക്ഷെ അയാളുടെ കണ്ട മുന്നിൽ കൂടി ഞാൻ പോയി തന്നിട്ടില്ല.
അപ്പോൾ മറ്റേ കടക്കാരനോട് മറ്റേ ആൾ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു സാധനം കൊടുത്തു, ഇല്ലല്ലോ. ആ കിട്ടി, പക്ഷേ അയാൾ എനിക്ക് തന്നത് 50,000. 50,000 കടയിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ കടയിൽ കൊടുത്ത് 25,000. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അയാൾ പറഞ്ഞു വന്ന് തന്നു 25,000 രൂപ. 25,000 തന്നിട്ടോ ഞാൻ അതോ തിരിഞ്ഞോ? ബാക്കി ഓൻ തിരുമറി നടത്തിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് പറയലെന്താ? കള്ളൻ. താടിയും വെച്ചിട്ട് കള്ളത്താടിയും വെച്ചാണ്ട് പൈസ വാങ്ങിയാണ്ട് തിരുമറി നടത്തിയില്ലേ? അതായത് താടി കള്ളത്താടി എന്നല്ല, ഒറിജിനൽ താടി തന്നെയാണ്. പക്ഷെ ആളുകൾ പറയലെന്താ? ചതിയനാണ് അവൻ, ഞാൻ പൈസ കൊടുത്ത് അവിടെ കൊടുത്തില്ല എന്ന് പറയില്ലേ? അതുപോലെ അള്ളയാണ് നമുക്ക് ഈ കാശ് തന്നത്. ഈ 10 ലക്ഷം രൂപ അധ്വാനിച്ചിട്ടാണെങ്കിൽ നമുക്ക് തന്ന അള്ളാഹുവാണ്. അള്ളാഹുവാണ് അതിൽ നിന്ന് 25,000 കൊടുക്കാൻ പറഞ്ഞത്. അത് കൊടുത്തില്ലേ അള്ള നമ്മൾ എന്താ വിളിക്കുക? കള്ളെന്ന് വിളിക്കൂലേ? ചതിയെന്ന് പറയില്ലേ? ഞാൻ അവന് കൊടുത്തിട്ട് അവൻ കൊടുത്തില്ല എന്ന് പറയില്ലേ? അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ വൈലുൻ ലിൽ മുശ്രിക്കീൻ. ഓൻ വിശ്വാസിയല്ലോ. ഓൻ നിസ്കാരം നോമ്പൊക്കാനുണ്ടെങ്കിലും ഓൻ വിശ്വാസിയല്ല, മുശ്രിക്കാണ് ആ മനുഷ്യൻ. എങ്ങനത്തെ മനുഷ്യൻ? അല്ലദീന ലാ യൂതൂന സക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യൻ മുശ്രിക്കാൻ. എന്നിട്ട് അല്ലാഹ് അവിടെ നിർത്തിയില്ല, വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ. പരലോകത്തിൽ അവിശ്വാസിയാണ് അവൻ. യഥാർത്ഥ പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ്, ഇത് കൊടുത്തേ പറ്റൂ. നമ്മൾ കണക്കൂട്ടിയ എന്താ നിങ്ങൾ? അതാവുമ്പോൾ അങ്ങനെ കൂടി ചെയ്യാം, അത് നമുക്ക് പിന്നെ കൊടുക്കാം. അതിപ്പോൾ അങ്ങനെ ഉണ്ടോ? നമുക്ക് മാളെ കെട്ടിക്കണ്ടേ, കല്യാണം, ഇങ്ങനെ പല ജാതി കാരണങ്ങൾ ഈ സക്കാത്തിൻ്റെ കാശിന് വേണ്ടി നമ്മളെ ശൈത്താൻ അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹ് പറഞ്ഞു അവൻ പരലോകത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ സക്കാത്ത് കൊടുക്കാത്തത്. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ തമാശ തോന്നലുണ്ട്. എല്ലാ കച്ചവടക്കാരും റമദാൻ മാസത്തിലായിരിക്കുമോ കച്ചവടം തുടങ്ങിയേ? എല്ലാവർക്കും PSC കിട്ടിയ റമദാൻ മാസത്തിലായിരിക്കുമോ? പിന്നെ ഇപ്പം എന്താ കാര്യങ്ങൾ? അന്നെങ്കിലും അന്ന് കൊടുക്കണുണ്ടല്ലോ എന്നുള്ള അൽഹംദുലില്ലാ എന്ന് പറയണം. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ സക്കാത്ത് കൊടുക്കണ്ടേ? നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സക്കാത്ത് കമ്മിറ്റികളൊക്കെ റമദാനിലാണ് സജീവമാകുക. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആരും തരൂല. റമദാൻ കുറച്ച് പൈസയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടും. അത് പിന്നെ അടുത്ത കൊല്ലത്തേക്ക് ഇങ്ങനെ ഓരി വെച്ച് ഇങ്ങനെ അങ്ങോട്ടാക്കി കൊടുക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഓരോ വിശ്വാസിയുടെയും സക്കാത്ത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതിൻ്റെ ഒരു ഗൗരവം എന്താ നിങ്ങൾ? ഇപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, എൻ്റെ വാപ്പ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി. ഡോക്ടർ, കാരണം ഇയാൾ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, അതുമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് മകൻ. അപ്പോൾ ഡോക്ടർ ഇയാളോട് പറഞ്ഞിട്ടുണ്ടാവും, ഇനി വലിയ പ്രതീക്ഷ വെക്കണ്ട, സംഗതി പിടുത്തം വിട്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ പറഞ്ഞു, പാപ്പ നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ. നമ്മളെ നിലപാട് വെച്ചിട്ട് സക്കാത്ത് ഒരു 5 ലക്ഷം റുപ്യ നമ്മൾ സക്കാത്ത് കൊടുക്കാണ്ടാവും. അത് കൊടുക്കണ്ടേ? ഇത്രയും കാലം നമ്മൾ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ രോഗപ്പോൾ വളരെ കലശല, എന്നാൽ ഇപ്പം തന്നെ സക്കാത്ത് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഉമ്മയുണ്ട് അവിടെ, വാപ്പ അവിടെ കട്ടിൽ മേൽ ഇങ്ങനെ രോഗിയായി കിടക്കുകയാണ്. വാപ്പ ഒരക്ഷരം മിണ്ടിയില്ലോ. അപ്പോഴും മിണ്ടാൻ വയ്യാത്തതുകൊണ്ടല്ല, ഇനിയിപ്പോൾ ഇതുവരെ കൊടുക്കാതെ ഇപ്പം കൊടുത്തിട്ട് എന്താ ചിന്തിച്ചുകൊണ്ടാണോ അറിയില്ല, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ 5 ലക്ഷം ഞാൻ മരിക്കാൻ സമയത്ത് കളയേണ്ട എഴുതിയിട്ടാണോ ഒന്നും അറിയില്ല. ഏതായാലും വാപ്പ ഒന്നും മിണ്ടിയില്ല. വാപ്പ മരിച്ചുപോയി. അന്ന് വൈകുന്നേരപ്പോഴേക്ക് വാപ്പ മരിച്ചു. പിറ്റേന്ന് മയ്യത്തൊക്കെ എടുത്ത് കഴിഞ്ഞൊക്കെ മക്കളൊക്കെ തിരിച്ചെത്തിയപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാൻ വാപ്പാനോട് സംഗതി പറഞ്ഞിനി, വാപ്പ ഒന്നും മിണ്ടിയിട്ടുമില്ല, എന്നാലും നമ്മൾ ആ സ്വത്ത് ഓരിയൊക്കെ കാശുണ്ടല്ലോ ഇവിടെ, സക്കാത്ത് കൊടുക്കണ്ടേന്ന് ചോദിച്ചാൽ, വാപ്പ പറയാത്തൊരു സക്കാത്ത് ഇപ്പം നമ്മൾ കൊടുക്കാൻ നിൽക്കാന്ന് ചോദിച്ചാൽ, വാപ്പാക്ക് അങ്ങനെ ഉണ്ട്, വാപ്പ കൊടുക്കൂലേ? അപ്പോൾ വാപ്പാക്ക് സക്കാത്ത് കൊടുക്കാൻ ഇല്ലാന്നായിരിക്കും വാപ്പാൻ്റെ വെപ്പ്. പിന്നെ ഇപ്പം നമ്മളെന്തിനാ കൊടുക്കണമെന്ന് ചോദിച്ചാൽ, ഒക്കെ 5 വക്ത് നിസ്കരിക്കണ മക്കളാണ്. ആ ഒന്നിപ്പോൾ വേണ്ട, നമ്മളുള്ള ഓരിയക്കാറ് പൈസ കൊണ്ട് ഓരി വെച്ച്. ഈ മകനോട് പറഞ്ഞു, എനിക്ക് കിട്ടിയ കാശ് ഞാൻ വാപ്പാൻ്റെ സക്കാത്തക്കാണ് കൊടുത്തു പറഞ്ഞു. അപ്പോഴെന്നോട് ചോദിച്ചു, അത് സക്കാത്തായിട്ട് വീടുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് ഞാനെൻ്റെ മതവിധി പറയാനല്ല, നാട്ടിലെ ആളുകൾക്ക് സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയൊക്കെ സക്കാത്ത് കൊടുക്കാതെ വാപ്പാരുണ്ടാക്കി വെച്ചിട്ട് ആർക്കത് ഉപകരിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
ഹലാലായ രൂപത്തിലൂടെ അല്ലാതെ ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെയാ അതൊക്കെ ഉപകരിക്കുക? ഒരു വേദന വന്നാൽ, തുപ്പുമ്പോൾ ഒരു ചോര കണ്ടാൽ, കാലുമലൊരു നീര് കണ്ടാൽ തീരൂലേ ആ പൈസയൊക്കെ? നിങ്ങൾ ആലോചിക്കിനി. ഒരു ഡോക്ടറിനോട് പറഞ്ഞേ, ചിലപ്പോൾ ഈ ലിവർ സീറോസിതൊക്കെ വന്ന് അവസാന ഘട്ടത്തിലേ ചിലർക്ക് അറിയുള്ളൂ. ചില രോഗങ്ങളൊക്കെ ചിലവരെ അങ്ങനെയാണ് അറിയാം. അപ്പോൾ മക്കൾ പറയുമ്പോഴോ, വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അതിന് അത്ര പൈസ ഒന്നും കളയണ്ട. പൈസ വാപ്പാക്ക് ഇല്ലാഞ്ഞിട്ടല്ല, എന്തിനാ ഇപ്പം ഇത്ര ലക്ഷമൊക്കെ കളഞ്ഞാണ്ട് ഇനിയിപ്പോൾ സർജറി നടത്തുന്നത്? ഏതായാലും ഇത്ര വയസ്സായില്ലേ, ഇനിയിപ്പോൾ അധികമൊന്നും ഇത് ജീവിക്കൂലല്ലോ, ഇനി കിട്ടണ കിട്ടിക്കോട്ടെ. അതാണ് കാരണം. ഈ സാമ്പത്തിക വിദഗ്ധനായ വാപ്പാൻ്റെ മക്കളാണല്ലോ, ഓരതിനേക്കാൾ വലിയ സാമ്പത്തിക വിദഗ്ധന്മാരായിരിക്കും. സക്കാത്ത് കൊടുക്കാതെ അയാൾ പറ്റിച്ചുണ്ടാക്കിയത്. അപ്പോൾ അയാളെ മക്കൾ രോഗം വന്നാൽ ചികിത്സിക്കേണ്ട തീരുമാനിക്കും. കാരണം ടാങ്കിലുള്ളതാണല്ലോ ടാപ്പ് കൂടെ വരിക. ടാങ്കിൽ കലക്കുമ്പോഴാണ് ടാപ്പ് കൂടെ തെളിഞ്ഞ വെള്ളം വരൂലല്ലോ. അവിടെയാണ് പ്രശ്നം. അപ്പം അവിടെ നമ്മുടെ വീടിൻ്റെ അകത്തല്ലെങ്കിൽ ചർച്ച വരണം. മക്കളെ, നിങ്ങളെ വരുമാനത്തിന് നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയാണ് കൊടുത്തത് അറിയണ്ടേ? നമ്മൾ അത് കൊടുക്കാൻ പ്രേരിപ്പിക്കണ്ടേ? ഒരു അനന്തരാവകാശത്ത് പെണ്ണുങ്ങൾക്ക് അനന്തരമായി കിട്ടി വരുമ്പോൾ, എടി അനന്തരാവകാശത്തിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ അതൊരു ചർച്ചയാവണ്ടേ? കാരണം ഇത് ഫർളായൊരു സംഗതിയാണ്. ഇത് ലയിച്ചു കഴിഞ്ഞാൽ, ആ വേസ്റ്റ് ലയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് മലിനമായി തീരുന്നതാണ്. അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിക്കേണ്ട സംഗതി എന്താ? നമ്മളെ എങ്ങനെ മറച്ചു വച്ചാലും, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകളൊന്നും സമ്പത്തുണ്ടെങ്കിൽ അതൊന്നും മറച്ചു വെക്കും. അത് തന്നെ ഒന്ന് മകളെ പേരിൽ അക്കൗണ്ടിലിടും, മകൻ്റെ പേരിലിടും, അങ്ങനെയൊക്കെ ഇട്ടിട്ട് പല അക്കൗണ്ടിലാക്കി. ചിലപ്പോൾ ഇവിടുത്തെ കണക്കിന് അങ്ങനെയൊക്കെ വേണ്ടി വരും ചിലപ്പോൾ. പക്ഷേ ഇതൊക്കെ റബ്ബിനറിയാലോ ആരെ കാശാണത്. അള്ളാഹ് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആകാശത്തിലോ ഭൂമിയിലോ അള്ളാഹനെ മറച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ഇത് കാണുന്നുണ്ട്. നമ്മുടെ നിയാമത്ത് അള്ളാഹ് അറിയുന്നുണ്ട്. ആ നിയാമത്തിന് എൻ്റെ വിഹിതത്തിൽ ഞാൻ കൊടുക്കേണ്ട സക്കാത്ത് ഇത്രയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ചോദിക്കുന്ന ചോദ്യം തരങ്ങൾ, എൻ്റെ അമ്മായിൻ്റെ മക്കളുണ്ട്, ഓൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഇളയമാൻ്റെ മകളുണ്ട്, ഓൾക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ നേരിട്ട് ചെലവ് നടത്തേണ്ട ആളുകളല്ലല്ലോ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ അല്ല സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്, ഇന്നമ സദഖാത്തു ലിൽഫുഖറാഇ 60-ാമത്തെ വചനം. സക്കാത്ത് കൊടുക്കേണ്ടത് 8 വിഭാഗം ആളുകളുടെ പേര് അള്ളാഹ് പറഞ്ഞു. ആർക്കാണ് കൊടുക്കേണ്ടത്? നമ്മൾ പറയുന്ന ഇളയമാൻ്റെ മകൾ ഈ പറഞ്ഞ മിസ്കീനിൽ പെടുവോ? നമ്മൾ പറയുന്ന ഇന്ന ആള് എന്ന് പറയുന്നത് ഫഖീറിൽ പെടുവോ? ഈ 8-ൽ പെടുവോ? സക്കാത്ത് കൂടും. കാരണം സക്കാത്ത് നമ്മളിൽ നിന്ന് പോയി അർഹരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. എന്താ പറയുക, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സക്കാത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് കൊടുത്താൽ സക്കാത്ത് വീടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കമ്മിറ്റി കൊടുത്താൽ മാത്രമേ വീടൂ എന്നോ കമ്മിറ്റി കൊടുത്താൽ വീടൂല എന്നോ പറയുന്ന അതിവാദമാണ്. കാരണം സക്കാത്തിൻ്റെ അവകാശികളായ 8 വിഭാഗം ആളുകളിലേക്ക് സക്കാത്ത് എത്തിച്ചേരണം. അവിടെയാണ് അതിൽ പെടുവോ? ഇപ്പം എന്തായാലും ആളുകൾ ചെയ്യല്, പള്ളിക്ക് കൊടുത്ത വരിസംഖ്യ സക്കാത്ത് കൂട്ടും. പള്ളിക്ക് മാസാമാസം പല പള്ളിക്ക് ഒരു വരിസംഖ്യ കൊടുക്കും, 150 200 വരിസംഖ്യ കൊടുക്കും. അതൊക്കെ ഫീസബീൽ എന്ന് പറഞ്ഞിട്ട് സക്കാത്തായിട്ട് കണക്കൂട്ടും. ഏതെങ്കിലും മദ്രസക്കാർ പിരിവിന് വന്നിട്ട് പിരിവിന് കൊടുത്ത പൈസയും ഫീസബീലാക്കി വിടും. നിങ്ങൾ ആലോചിക്കുകയാണ്, ഈ ഫീസബീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെ ഫീസബീൽക്ക് വിടുക. എന്നാ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഫീസബീലല്ലേ, മിസ്കീന്മാർക്ക് കൊടുക്കുന്ന ഫീസബീലല്ലേ? അല്ലാഹ് എന്തിനാ പിന്നെ അതൊക്കെ വേറെടുത്ത് പറഞ്ഞത്? ഫീസബീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ജിഹാദും ഫീസബീലില്ലാന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി യുദ്ധം നടത്താനുള്ള യുദ്ധ ഫണ്ടിലേക്കുള്ളതാണ്.
അല്ലാതെ ആലോചിച്ച് ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ നോക്കുക ആർക്കൊക്കെയാണ് പിരിവെടുത്ത് ആരൊക്കെയാണ് നമ്മളെ വീട്ടിൽ പിരിവിന് വന്ന് ആ പിരിവിനെടുത്ത സംഭാവനകളൊക്കെ സക്കാത്ത് കണ്ട് എഴുതും. പിന്നെ ഇപ്പം എന്താണുള്ള സംഗതികൾ ആലോചിച്ച് നോക്കിയത്. അപ്പോൾ ഫീസബീൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ കൊടുത്തതും കൂടി സക്കാത്തൊക്കെ എഴുതരുത്. ഇത് പാവങ്ങളുടെ അവകാശമാണ്. അവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് റബ്ബേ ഇതിൽ പാവങ്ങൾക്ക് ഇത് എന്താ ഉണ്ടാവുക. ഇതെന്താ നിങ്ങൾ ഇപ്പം നമ്മൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് തിരിയാഞ്ഞിട്ടൊന്നുമല്ല. എന്നാലും ഇങ്ങനെ ആളുകൾ ഇപ്പം ഇങ്ങനെ ഫോൺ ഓണാക്കിയാൽ ആളുകൾ വിളിച്ചു കൊടുക്കും. മൗലവി അങ്ങനെ ഒരു സംഗതി ഉണ്ട് അതിന് കൊടുക്കണം. അപ്പം ഇന്നലെ ഒരാളിനെ വിളിച്ചിട്ട് ചോദിച്ചു, പിന്നെ എനിക്കൊരു ലോഡ്ജ് ഉണ്ട് അത് നടത്തുന്നുണ്ട്, അതിന് ഇത്ര ലക്ഷം ഉറുപ്പ്യ കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടി ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയല്ല പറഞ്ഞു. അപ്പം എന്തിനാ ഇങ്ങനെ മാറി മാറി ചോദിക്കണം? എന്തിനാ? ആ ഉസ്താദ് പറഞ്ഞു കൊടുത്ത് നിന്നാ പോരേക്ക്. എങ്ങനെയെങ്കിലും കൊടുക്കാതെക്കാൻ വല്ല വകുപ്പ് ആരെ തൊള്ളയിൽ നിന്നും കിട്ടുക എന്നുള്ളവർക്കാണ് ഈ ചോദ്യം. അതായത് ചുരുക്കി പറഞ്ഞാൽ ആ മൗലവിനോട് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെയല്ല പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കണത് പിന്നെയാ പറയുന്നത്, ആദ്യം പറഞ്ഞില്ല. ഞാൻ ഈ നോൽപ്പ് നോറ്റിയാണ് നമ്മൾ പിന്നെയും സംസാരിക്കുകയാണല്ലോ. എന്നാൽ അയാൾ പറഞ്ഞതിന് ചോദിക്കുക, പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഉസ്താദ് നിങ്ങൾ പറയുന്നത്, രേഖ നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചാൽ തീർന്നല്ല പ്രശ്നം. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? അപ്പം ഇന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അയിമ തീർന്നാൽ പോരെ സംഗതി. അപ്പോൾ പിന്നെയും പിന്നെ ഇങ്ങനെ ടെലിഫോണിൽ ഇങ്ങനെ ആളുകളോട് ചോദിക്കണത് എന്തിനാണ്? ആരും തൊള്ളിന്ന് അങ്ങനെ എന്നാ പിന്നെ അങ്ങനെ പറയലാണോ ആവശ്യം? ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത എന്താന്ന് വെച്ചാൽ, എൻ്റെ ഭാഗത്ത് അള്ളാഹുവിൻ്റെ ഖജനാവിൽ എമ്പാടുമുണ്ട്. അവൻ്റെ ഖജനാവിൽ നിന്നാണ് നമുക്ക് തരുന്നത്. അള്ളാഹ് പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്തിലൊക്കെ തീർന്നു പോവും, അള്ളാഹുവിൻ്റെ അടുത്ത് ബാക്കിയായി നിൽക്കും. ആ അള്ളാഹുവിൻ്റെ അടുത്ത് ബാക്കിയായി നിൽക്കുന്നത് അവൻ്റെ അടുത്തുള്ളതാണെന്ന് തോന്നുമ്പോഴാണ് ഇതൊക്കെ തന്ന റബ്ബാണ് ഇത്തിരി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 1,00,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് 2,500 റുപ്യ സക്കാത്ത് കൊടുക്കേണ്ടി, ബാക്കി 97,500 നമ്മളെ കയ്യിലില്ലേ? ആ 97,500 പിന്നെയും കൊടുക്കണ്ടേ? ഹക്കുൻ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് പറഞ്ഞ സംഗതി ഇല്ലേ? അപ്പോൾ നമ്മളെന്താ കാര്യങ്ങൾ തീർന്നു പോകും. അത് ഖുർആൻ നമ്മോട് പറഞ്ഞ വാക്കുണ്ട്, അശ്ശൈത്താനു യഇദുകുമുൽ ഫഖ്റ. ശൈത്താൻ നിങ്ങളോട് ദാരിദ്ര്യം ഉപദേശിക്കും. ആ അപ്പോൾ ഇപ്പം നമുക്കറിയാലോ, നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ശൈത്താനെ കെട്ടിയിട്ട മാസമാണ് എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ശൈത്താൻ അതിന് നമ്മളെ കെട്ടിയിട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ശൈത്താനെ കെട്ടിയിടുന്നതിന് മുമ്പ് ശൈത്താൻ നമ്മളെ കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഉദ്ദേശിച്ച ചിന്തയിൽ നിന്ന് മാറാൻ കഴിയില്ല, നമ്മൾ ഉദ്ദേശിച്ച വൃത്തത്തിൽ മാറ്റാൻ കഴിയില്ല. അതിങ്ങനെ കണക്കാക്കി കുറച്ച് പൈസയാണ് കൊടുക്കും. അതന്നെ അതിപ്പോൾ കണക്ക് കൂട്ടലൊന്നുമില്ല. എന്നാൽ നിസ്കാരമൊക്കെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആരെയും റക്കായത്തൊക്കെ നോക്കാതെ ആണ് നിസ്കരിച്ചു. ചിലപ്പോൾ 2 റക്കായത്ത് നിസ്കരിച്ചു, ചിലപ്പോൾ 3 റക്കായത്ത് നിസ്കരിക്കൂ, ചിലപ്പോൾ നാളെ നിസ്കരിച്ചില്ലല്ലോ 5 റക്ക, അങ്ങനെയൊക്കെ ളുഹർ നിസ്കരിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഇല്ലല്ലോ. അതൊക്കെ ഭയങ്കര ഇതാ. ഒരു റക്കായത്തൊക്കെ മറന്നാൽ എന്തോരം സുബ്ഹാനല്ലാഹൊക്കെ ബാക്കെന്ന് പറയും. എന്തുകൊണ്ടാണ്? നിസ്കാരം കണിശാവണ്ടേ? ഈ കണിശത സക്കാത്തിൻ്റെ കാര്യത്തിലുണ്ടോ? കണക്കൊന്നും നോക്കിയില്ല മോലി, കുറേയാണ് കൊടുത്തുക്കണ്, അങ്ങനെയുള്ള പറയാ. കണക്കൊന്നും നോക്കിയില്ല. എന്നാൽ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ കൂടുതലാവുമോ? ബാക്കി സദക്കേ പോയിക്കോട്ടെ ഉള്ളവർക്ക് സക്കാത്തിനേക്കാൾ കൂടുതലാവുമോ? ഇതൊക്കെ അവനവൻ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഇപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് കുറ്റപ്പെടുത്തല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ സംസാരിച്ചത് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ള സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വിഷയം വരും, ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഒരിക്കൽ ഒരു പള്ളിയിൽ നിന്ന് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോഴേ ഒരാൾ പറഞ്ഞു, മൗലവി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടുമില്ല. അപ്പം ആ മനുഷ്യന് ഏറെക്കുറെ 75 വയസ്സായി ഉണ്ടാവും. അയാൾ കേട്ടിട്ടൊരു സുന്നി മഹല്ലിലാണ്, അവിടുന്ന് അങ്ങനെ കേട്ടിട്ടില്ല, മൂപ്പരായിട്ട് കൊടുത്ത് ഇതുവരെ ഞാൻ കൊടുത്തു. ഈ 75 കൊല്ലത്തെ ഫിത്ർ സക്കാത്ത് എന്താ ആക്കണമെന്ന് ചോദിച്ചു.
അയാൾ പിന്നെ എന്തായാലും നിയമത്തുള്ള മനുഷ്യനായതുകൊണ്ടേ ഒരു 4-5 ചുവാക്ക് നല്ല നെയ്ച്ചോറാരി വാങ്ങിയാണ് കൊടുത്ത്. അതിപ്പോൾ 75 പെരുന്നാളല്ലേ വരുള്ളൂ. 75 വയസ്സുണ്ടെങ്കിൽ 75 പെരുന്നാൾ 2 കിലോ വെച്ച് കൂട്ടിക്കോളി നിങ്ങൾ, അത്രയല്ലേ പേര് വരാനുള്ളൂ. അത് വലിയ പക്ഷേ ഈ സക്കാത്താവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞല്ലത് ഇതൊന്നും ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങനെ കമ്പ്യൂട്ടേഴ്സും കാൽക്കുലേറ്റ് ചെയ്ത രൂപത്തിലൊന്നും ഉണ്ടാവില്ലല്ലോ. ബാക്കി അള്ളാഹിനോട് തൗബ ചെയ്യുക. പടച്ചോനെ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ലേ. പിന്നെ കുറേ ധർമ്മങ്ങളൊക്കെ അധികരിപ്പിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി നമ്മൾ ഇപ്പോൾ നമ്മുടെ ഉള്ള കാശ് പ്യുവറായിരിക്കണം. അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിലാവണം എന്നുണ്ടെങ്കിൽ സക്കാത്താണ് കൊടുക്കണം. പിന്നെ സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ അത് ഹലായ മാർഗത്തിലാണ് നമ്മൾ പറയേണ്ടിയില്ലല്ലോ. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു സംഗതിയില്ല. ജീവിത ചുറ്റുപാടുകളിൽ നമ്മൾ ആലോചിക്കേണ്ടത് കൃത്യമായ രൂപത്തിൽ നമ്മൾ ബാക്കിയൊക്കെ അനുഷ്ഠിക്കുന്ന പോലെ സക്കാത്തിൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല. എൻ്റെ മക്കളും അത് അനുധാവനം ചെയ്യുന്നുണ്ട്, കൃത്യമായി സക്കാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇല്ല എങ്കിൽ അവിടെ ഒരു സംഗതി, ഒറ്റ സംഗതിയുടെ അവസാനം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പെണ്ണ് വന്നിട്ട് അതിൻ്റെ കുട്ടിനെയായിട്ട് വന്നതാണ്. ചെറിയ കുട്ടിയുടെ കൈയും പിടിച്ച് നബിൻ്റെ അടുത്തേക്ക് വന്നിട്ട് റസൂലുള്ളാഹി ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അതിൻ്റെ കൈമേൽ 2 വള ഉണ്ട്. ആ വള കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല അദ്ദീന സക്കാത്ത ഹാദ, ഈ കുട്ടിൻ്റെ കൈമിട്ട് ഈ വളക്ക് സക്കാത്ത് കൊടുത്തുക്കണോ? ചോദ്യം മാനോടാണ്, കുട്ടിനോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. വള കുട്ടിൻ്റെ കൈമലാണ്. റസൂലുള്ളാഹി ചോദിച്ചത് കുട്ടിയോടല്ല ഉമ്മയോടാ. അല്ല, ഈ കുട്ടിൻ്റെ ഈ വളക്ക് സക്കാത്ത് കൊടുത്തുക്കണോ? കാലത്തില്ല. ആ ഉമ്മ പറഞ്ഞില്ല, കൊടുത്തിട്ടില്ല. കാരണം ചെറിയ കുട്ടീൻ്റെ കൈമേൽ വളരുള്ളതല്ലേ, അതിന് കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിൻ്റെ ഒരു ചോദ്യമുണ്ട്, ഇത് നമ്മുടെ മനസ്സിൽ ബാക്കിയാവുക. റസൂലുള്ളാഹി പറഞ്ഞ ചോദ്യം, അയസുറുക്കി അൻ യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ സിവാറൈനി മിൻ നാരിൻ. ഖിയാമത്ത് നാളിൻ്റെ അന്ന് നരകത്തിൻ്റെ തീ കൊണ്ടുള്ള 2 വള ധരിപ്പിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്നാണ്. ഈ വളക്ക് പകരം 2 നരകത്തിലെ തീ കൊണ്ടുണ്ടാക്കിയ 2 വളയം നിന്റെ കുട്ടിയുടെ കൈമേൽ ധരിപ്പിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? 10 മിനിറ്റ് ഈ പള്ളിൻ്റെ മുമ്പിലെ റോട്ടിൽ ചെരുപ്പില്ലാതെ നിന്ന് നോക്കണം നമ്മൾ. ആലോചിച്ച് നോക്കൂ. വേണ്ട, ഈ AC ആൻഡ് ഓഫാക്കി എത്ര ആൾ ഇപ്പോൾ ക്ലാസ്സിൽ ഇരിക്കും? AC ആൻഡ് ഓഫാക്കി അപ്പോൾ ഓരോരുത്തർ വാച്ച് എല്ലാം വിടും. കാരണം ഇരിക്കാൻ കഴിയില്ല മനുഷ്യന്. ആ മനുഷ്യനോടാ പറഞ്ഞത്, നരകത്തിൽ നിങ്ങൾ തീ കൊണ്ട് പഴുപ്പിച്ച നിങ്ങളത് കൊണ്ട് ഹാദാ മാ കനസ്തും, ഇതാണ് നിങ്ങൾ സൂക്ഷിച്ചു വച്ചത് എന്ന് പറഞ്ഞ് മുതുകിൽ ചൂട് വെക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്പം നീറ്റലുണ്ടാവണം. അപ്പോഴേ സക്കാത്താണ്ട് നമ്മുടെ കയ്യിൽ നിറങ്ങൂ. അങ്ങനെ ഈ നോമ്പിലൂടെ ശാരീരികമായ മാനസിക ശുദ്ധീകരണത്തോടൊപ്പം നമ്മുടെ സാമ്പത്തിക ശുദ്ധീകരണം കൂടി നടക്കണം. അപ്പോഴാണ് തവഫനി മുസ്ലിമൻ, പടച്ചവനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, വൽഹിഖ്നി ബിസ്വാലിഹീൻ എന്ന പ്രാർത്ഥന സഫലമായി തീരുക. പടച്ച റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെടുത്ത നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ ഖുർആൻ ഒത്തും പടച്ച റബ്ബ് മീസാനിൽ കനം തൂങ്ങുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പരീക്ഷാകാലമാണ്. നമ്മുടെ മക്കൾക്ക് അല്ലാഹു വിജയവും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങളുടെ മേലുള്ള കാർമേഘങ്ങൾ, നമുക്കറിയാം ഗസയിലെ സഹോദരങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന അവസ്ഥ, എല്ലാ കാർമേഘങ്ങളെയും അകറ്റി ശാന്തമായി ഈമാനോടുകൂടി ഈ ലോകത്ത് വിട പറയാൻ, ഈ യാത്ര സ്വർഗത്തിൽ അവസാനിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.